വയനാട് മാനന്തവാടിയിൽ ഭീതി പരത്തുന്ന ആനയെ പിടികൂടാനുള്ള ദൌത്യം ഇന്ന് 6ാം ദിനത്തിലാണ്. കാട്ടുകുളം പനവള്ളി റോഡ് മാനുവയൽ പ്രദേശത്തെ വനത്തിൽ നിന്ന് ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ഇന്നലെ രാത്രി തോൽപ്പെട്ടി ബേഗൂർ റോഡ് മുറിച്ചു കടന്നാണ് ഈ പ്രദേശത്തെത്തിയത്. ട്രാക്കിംഗ് ടീം വനത്തിലേക്ക് നീങ്ങി. ടി അനീസ് അലിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അനീസ്, എങ്ങനെയാണ് ഈ ബേലൂർ മക്ന മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഫർഷ, ഇന്ന് രാവിലെ തന്നെ പുലർച്ചെ വെളിച്ചം വീഴുന്നത് മുതൽ തന്നെ ആനയെ ട്രാക്ക് ചെയ്യാനുള്ള സംഘങ്ങൾ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവർ നൽകുന്ന റേഡിയോ കോളർ സിഗ്നൽ വിവരങ്ങൾ വെച്ചാണ് മയക്കുവെടി വിദഗ്ധരടക്കമുള്ള വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള RRT സംഘങ്ങൾ കാട് കയറുക. എന്തായാലും അല്പസമയത്തിനകം അത് ആരംഭിക്കും. ഇപ്പോൾ നിലവിൽ ഇന്നലെ രാത്രി 9:30 കൂടി ഏറ്റവും അവസാനം ലഭിച്ച സിഗ്നലുകളാണ് ഇപ്പോഴുള്ളത്. അത് ഈ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡിൽ മുറിച്ചു കടന്ന് കാളികൊല്ലി വനമേഖലയിലേക്ക് ആന കടന്നതായുള്ള റേഡിയോ കോളർ വിവരങ്ങളാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് ഈ പ്രദേശത്ത് ഈ വനമേഖലയോട് ചേർന്ന് നിരവധി വീടുകൾ ഉള്ള ഒരു ജനവാസ കേന്ദ്രമാണ്. ആ ഭാഗത്തുകൂടെ ഇന്നലെ രാത്രി 9:30 കൂടി തന്നെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഈ മേഖലയിലേക്ക് ആന കടന്നിരിക്കുന്നു, ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇന്നലെ ഒരു ദിവസം പകൽ മുഴുവൻ ഉണ്ടായിരുന്നത് ബാവലി വനമേഖലയിലായിരുന്നു. കർണാടക അതിർത്തിയോട് ചേർന്ന നാഗർഹോള വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. കേരള അതിർത്തി തന്നെയാണ് ബാവലി വനമേഖല. അവിടെയായിരുന്നു ഇന്നലെ ഒരു ദിവസം മുഴുവൻ ആന ഉണ്ടായിരുന്നത്. അതിനുശേഷം രാത്രിയോടുകൂടി അത് പിന്നെയും ഇങ്ങോട്ട് വയനാട് അതിർത്തിയിലേക്ക് കുറെ ദൂരം ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ കാട്ടിക്കുളം ഈ തോൽപ്പെട്ടി റോഡ് മുറിച്ചു കടന്ന് കാളികൊല്ലി വനമേഖലയിലേക്ക് കടന്നിരിക്കുന്നു ഇന്നലെ രാത്രിയോടെ. അല്പസമയത്തിനകം തന്നെ അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും കണ്ടെത്താനും കഴിയും എന്ന് തന്നെയാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 2 തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കണ്ടിരുന്നു. ബാവലി വനമേഖലയിൽ വെച്ച് തന്നെയായിരുന്നു. പക്ഷേ അതിനെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഒരു സന്ദർഭത്തിൽ ഒരു സമയത്ത് ഈ ആനയോടൊപ്പമുള്ള മറ്റൊരു മോഴയാന കൂടി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നതാണ്. ആ ആന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പാഞ്ഞടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് വലിയൊരു ഭീഷണിയായി ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിലുണ്ട്. നേരത്തെ തന്നെ കാട്ടിലുള്ള ഈ ആനയെ പിടികൂടുക എന്ന ശ്രമം വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം വന്യമൃഗങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയാത്ത വിധം മറ്റൊരു മോഴയാന കൂടി പൂർണ്ണ സമയവും ഇതിന്റെ കൂടെ ഉണ്ട് എന്നതാണ്. നേരത്തെ തന്നെ ഈ പ്രദേശത്തെ മുൾക്കാടുകൾ പടർന്ന കുറ്റിക്കാട് അത് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ആനയെ മയക്കുവെടി വെക്കുന്നതിന്. ട്രാക്കിംഗ് ടീം വനത്തിന് ഉള്ളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ മിഷൻ ബേലൂർ മക്ന എന്ന് പറയുന്നത് 6ാം ദിനത്തിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടി അനീസ് അലി വിവരങ്ങൾ നൽകുകയായിരുന്നു.